ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കാം. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിൽ ആയിരുന്നുവെന്നും എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നുവെന്നും നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. സഹോദരരെ, നമ്മുടെ പിതാക്കന്മാർ, പൂർവ്വപിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നുവെന്നും അവരെല്ലാവരും സമുദ്രത്തിലൂടെ കടന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരെല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. ഈ പഴയ നിയമ വിശുദ്ധന്മാർ സ്നാനപ്പെട്ടിട്ടുണ്ടോ, മോശ സ്നാനപ്പെട്ടിട്ടുണ്ടോ, സ്നാനത്തിന് പ്രാധാന്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ബൈബിളിൻ്റെ വ്യവസ്ഥയ്ക്കകത്ത് സ്നാനത്തിന് പ്രാധാന്യമുണ്ട് എന്ന് മാത്രമല്ല, സ്നാനത്തിന് ആണ് ദൈവിക പദ്ധതിക്കകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകം തൊട്ട് നമ്മൾ മുന്നോട്ട് പഠിക്കുമ്പോൾ ഇത് അടിസ്ഥാനപരമായി എല്ലാ പുസ്തകങ്ങളും നമ്മളിതിൻ്റെ ആധികാരികമായ കാര്യങ്ങൾ ഒന്നെങ്കിൽ പ്രത്യക്ഷമായിട്ടോ അല്ലെങ്കിൽ പരോക്ഷമായിട്ടോ എഴുതിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് ഒരുത്തനെ പ്രവേശിപ്പിക്കുന്നതിന് സ്നാനത്തിന് എത്രത്തോളം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് 1-2 വീഡിയോകളിലൂടെ ചിന്തിക്കാം. അതിൽ പ്രത്യേകമായി ഇപ്പോൾ ചിന്തിക്കാം. മർക്കോസ് സുവിശേഷത്തിനകത്ത് 16-ാം അധ്യായത്തിൻ്റെ 15-ഉം 16-ഉം വാക്യങ്ങളൊന്ന് നോക്കാം. ഏറ്റവും അവസാന സമയത്ത് കർത്താവ് ഭൂമിയിൽ നിന്ന് തൻ്റെ കാൽവരി മരണവും അടക്കവും ഉയർപ്പും ഒക്കെ കഴിഞ്ഞ ശേഷം സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നതിന് മുമ്പ് പറഞ്ഞ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളായിട്ടാണ് അതിനകത്തുനിന്ന് വായിക്കുന്നത്. 16-ന്റെ 15-ഉം 16-ഉം. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അതായത് അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിലെല്ലാം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. 2 സ്ഥലങ്ങൾ പറയുമ്പോൾ അതിനകത്ത് 3 സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് പറയുന്നത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അതൊരു സ്ഥലം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുന്നവൻ നിൽക്കുന്ന ഒരു സ്ഥലം. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്ന് പറയുന്ന വേറൊരു സ്ഥലം. അപ്പം വിശ്വസിച്ചിട്ട് സ്നാനമേൽക്കാതെ നിൽക്കുന്നവൻ എവിടെ നിൽക്കും? ഇനി വിശ്വസിക്കാതെ സ്നാനമേറ്റവൻ എവിടെ നിൽക്കും? ഇവന്മാരെല്ലാം കൂടെ 3ാമതൊരു സ്ഥലത്ത് നിൽക്കും. ഈ വചനം നമ്മൾ നല്ല വ്യക്തതയോടെ പഠിച്ചാൽ അങ്ങനെ 3 സ്ഥലത്ത് നിൽക്കും എന്ന് നമുക്ക് മനസ്സിലാകാം. വേണമെങ്കിൽ അത് 4 സ്ഥലമെന്നും പറയാം. കാരണം വിശ്വസിക്കുന്നുണ്ട് പക്ഷേ സ്നാനപ്പെടുന്നില്ല. ഇനി വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ വിശ്വസിക്കാതെ സ്നാനപ്പെട്ടു. ഇന്ന് ഈ കേരളത്തിലെയൊക്കെ നല്ലൊരു ശതമാനം വിശ്വാസികൾ എന്ന് പറയുന്നവരൊന്നും വിശ്വസിച്ചിട്ട് സ്നാനപ്പെട്ടവരോ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരോ ഒന്നും അല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ പറയുന്നത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. മത്തായി സുവിശേഷം അവസാന അധ്യായം 28-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആകയാൽ നിങ്ങൾ പോയി സകല ജനതകളെയും ശിഷ്യരാക്കുകയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുകയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുകയും ചെയ്യുക. മതി. അപ്പോൾ അവിടെയും പറയുന്നു, നിങ്ങൾ പോയി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം അനുസരിക്കാൻ ഉപദേശിച്ചുകൊണ്ട് സകല ജനതകളെയും എൻ്റെ ശിഷ്യരാക്കണം, ഞാനോ യുഗാന്ത്യം വരെ എപ്പോഴും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. അപ്പോൾ അവരോട് പറഞ്ഞത് ഒരുവൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ തുടക്കം കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞാൽ പിന്നീടുള്ളത് സ്നാനമാണ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ മത്തായി സുവിശേഷത്തിൻ്റെ അവസാന വാക്യത്തിൽ അല്ലെങ്കിൽ അവസാന അധ്യായത്തിൽ 28-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിലും മർക്കോസ് സുവിശേഷത്തിൻ്റെ അവസാന അധ്യായത്തിലെ 15-ഉം 16-ഉം ഒക്കെ വാക്യങ്ങളിൽ നമ്മൾ ഈ സ്നാനത്തെക്കുറിച്ച് തന്നെ കേൾക്കുക. ഇനി അപ്പസ്തോലന്മാർ അതെന്താ ചെയ്തതെന്ന് അപ്പസ്തോലന്മാരുടെ പുസ്തകം, പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 37 മുതൽ 41 വരെ ഒന്ന് വായിച്ചേ. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും മറ്റ് അപ്പസ്തോലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ ഓരോരുത്തരും അനുതപിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ. അങ്ങനെയെങ്കിൽ
പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. എന്തെന്നാൽ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് തന്നിലേക്ക് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതാകുന്നു എന്ന് പറഞ്ഞു. മറ്റു പല വചനങ്ങളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് അവൻ പറഞ്ഞു. അവൻ്റെ വചനം സ്വീകരിച്ചവർ സ്നാനമേറ്റു. മതി. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം കേട്ടപ്പോൾ ജനങ്ങൾ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട്, എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ആയിരിക്കുന്ന അവസ്ഥയിലുള്ള അവരുടെ ജീവിതത്തിലെ കുറവുകളൊക്കെ അവർക്ക് ബോധ്യപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ആ കാലത്തെ ജനം യേശുവിനോട് ചെയ്ത പാപങ്ങളൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് ഹൃദയത്തിൽ ഭയങ്കരമായ കുത്തുകൊണ്ടു പ്രയാസം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവർ വളരെ സങ്കടത്തോടു കൂടി ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് 37-ാമത്തെ വാക്യം. 38-ാമത്തെ വാക്യത്തിൽ പത്രോസ് അവരോട് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട്, എന്ന് പറഞ്ഞാൽ മനസ്സ് തിരിച്ച്, എന്ന് പറഞ്ഞാൽ ഇന്ന് മനസ്സിൽ കൊണ്ടു നടക്കുന്ന പദ്ധതികൾക്കൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ട്, ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തിയിട്ട് ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുക. എന്നാൽ നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെടും, പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അതായത് പാപങ്ങൾ മോചിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമേ പരിശുദ്ധാത്മാവിനെ കിട്ടുകയുള്ളൂ, അല്ലെ പരിശുദ്ധാത്മാവ് പോലത്തെ ഒരാത്മാവിനെ കിട്ടുകയുള്ളൂ. അത് പരിശുദ്ധാത്മാവായിരിക്കില്ല. എന്നിട്ട് പറയുന്ന ഈ വാഗ്ദാനം നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുത്തേക്ക് വിളിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും വിദൂരസ്ഥരായ ഏവർക്കും തന്നെ. മറ്റനേകം വാക്കുകളാൽ അദ്ദേഹം അവർക്ക് സാക്ഷ്യം നൽകി വക്രതയുള്ള ഈ തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിനെന്ന് ഉദ്ബോധിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ സന്ദേശം സ്വീകരിച്ചവർ സ്നാനമേറ്റു. അപ്പോൾ ഈ സ്നാനത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അപ്പസ്തോല പ്രവൃത്തിയുടെ തുടക്കത്തിൽ തന്നെ, അതായത് പരിശുദ്ധാത്മാവ് വന്ന അന്ന് തന്നെ, അന്ന് ആ വാക്യത്തിൽ തന്നെ എവിടെ എഴുതിയേക്കുന്നു, അന്ന് 3000-ഓളം പേർ ഒരുമിച്ച് സ്നാനമേറ്റു. നമ്മൾ ശ്രദ്ധിച്ച് വചനം പഠിക്കുകയാണെങ്കിൽ പുറപ്പാട് പുസ്തകം മുതൽ ജലസ്നാനത്തെക്കുറിച്ച് ആധികാരികമായി പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിലും അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാരണം സ്നാനത്തിൻ്റെ കാരണം, സ്നാനം എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ മാനസാന്തരത്തിന്. അത് മത്തായി 3:11 അത് കൃത്യമായിട്ട് എഴുതിയിട്ടുള്ളത്. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമക്കുവാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അപ്പോൾ പറയുന്നത് മാനസാന്തരത്തിനായിട്ടാണ് വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നത്. അതായത് മാനസാന്തരപ്പെട്ടവൻ, മനസ്സ് തിരിച്ചവൻ, അവൻ വെള്ളം കൊണ്ട് സ്നാനം കഴിക്കണം എന്നാണ് ദൈവവചനം പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായത്തിൽ നോഹ ഈ ജലപ്രളയത്തിലൂടെ സ്നാനപ്പെട്ടെന്നും അല്ലെങ്കിൽ അത് സൂചകമാണെന്നും പത്രോസിൻ്റെ പുസ്തകം പറയുന്നു. പത്രോസിൻ്റെ പുസ്തകം ഒന്നെടുത്താട്ടെ. പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങൾ. അവരാകട്ടെ നോഹയുടെ കാലത്ത് പെട്ടകം പണിതപ്പോൾ ദീർഘക്ഷമയോടെ കാത്തിരുന്ന ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു. ആ പെട്ടകത്തിൽ ഉണ്ടായിരുന്ന ചുരുക്കം ചിലർ, അതായത് 8 പേർ മാത്രമേ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചുള്ളൂ. അത് സ്നാനത്തിന് ഒരു മുൻകുറിയാകുന്നു. സ്നാനമോ ഇപ്പോൾ ശരീരത്തിൻ്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, അത് ദൈവത്തോട് നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായി യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്താൽ നിങ്ങളെയും രക്ഷിക്കുന്നു. ഈ ബൈബിളിൽ എഴുതിയേക്കുന്ന അവരാകട്ടെ പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം നിർമ്മിക്കപ്പെടുകയും ദൈവം ക്ഷമയോടെ കാത്തിരിക്കുകയും ചെയ്തപ്പോൾ അനുസരിക്കാതിരുന്നവരാണ്. ആ പെട്ടകത്തിൽ ചുരുക്കം ആളുകൾ, അതായത് 8 പേർ വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു. എന്നിട്ട് എഴുതിയിരിക്കുന്നു, ഈ വെള്ളം സ്നാനത്തിൻ്റെ സൂചകമാണ്. അപ്പം ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിൽ നോക്കിക്കഴിഞ്ഞാൽ സ്നാനത്തിന് വളരെ പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകണം. അതായത് മാനസാന്തരപ്പെട്ടവനാണ് സ്നാനപ്പെടേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് ഉറച്ചവനാണ് കാര്യങ്ങൾ ഗ്രഹിക്കേണ്ടത്. അവൻ കാര്യങ്ങൾ ഗ്രഹിച്ച് കഴിഞ്ഞാൽ അവൻ സ്നാനപ്പെടണം. അത് ദൈവ പദ്ധതിയിലുള്ളതാണ്. അതേസമയത്ത് മനസ്സ് ഉറയ്ക്കാത്ത കുഞ്ഞുങ്ങളെ കാലെ പിടിച്ച് മുക്കിയാൽ അതിനകത്ത് അത് സ്നാനമായിട്ടും അതിന് മാനസാന്തരത്തിൻ്റെ പശ്ചാത്തലമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും ആയിരിക്കുന്ന മതത്തിലേക്ക് ബലമായി കുഞ്ഞുങ്ങളെയും കൂടെ മുക്കുമ്പോൾ അതിനകത്തൊരു മാനസാന്തരത്തിൻ്റെ വിഷയമില്ല.
മാനസാന്തരത്തിൻ്റെ വിഷയം എപ്പോഴാണെന്ന് ചോദിച്ചാൽ കാര്യങ്ങൾ തിരിച്ചറിവായതിനു ശേഷം ഒരുവൻ ക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ച് ദൈവവചന വ്യവസ്ഥയ്ക്ക് ജീവിക്കാമെന്നുള്ള പ്രതിജ്ഞ എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴി തെറ്റാണ് എന്ന് അവന് മനസ്സിലാകുമ്പോൾ അവനായിരുന്ന ആ മെൻ്റൽ അവസ്ഥയിൽ നിന്ന്, മാനസിക അവസ്ഥയിൽ നിന്ന് മനസ്സ് തിരിഞ്ഞ് അതിനുശേഷമാണ് അവൻ സ്നാനം എടുക്കേണ്ടത്. ദൈവം അംഗീകരിക്കുന്ന, സ്വർഗം അംഗീകരിക്കുന്ന സ്നാനമെല്ലാം മനസ്സ് ഉറച്ചതിന് ശേഷമുള്ള സ്നാനങ്ങളാണ്. യേശു തന്നെയും ഇതെടുത്തത് 30 വയസ്സിലാണ്. യേശുവിൻ്റെ അപ്പനും അമ്മയ്ക്കും വേണമെങ്കിൽ 56-ാം ദിവസമൊക്കെ വേണേൽ കൊണ്ട മുക്കായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, യേശു പോലും ഇതെടുത്തത് ഈ പ്രായത്തിലാണ്. അപ്പോൾ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ സ്നാനത്തിന് വലിയ പങ്കുണ്ട്. നിത്യതയുടെ അവകാശത്തിന് സ്നാനത്തിന് വലിയ പങ്കുണ്ട്. അതിപ്പോൾ ഇതിനകത്ത് തന്നെ ഈ പത്രോസിൻ്റെ ലേഖനത്തിൽ നല്ല മനസാക്ഷിക്ക് വേണ്ടിയുള്ള ദൈവത്തോടുള്ള അപേക്ഷയായി യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൽ നിങ്ങളെയും രക്ഷിക്കുന്നു എന്നിട്ട് എഴുതിയേക്കുന്നത് തന്നെ ഈ വെള്ള സ്നാനത്തിൻ്റെ സൂചകമാണ്. സ്നാനമോ ശരീരത്തിൻ്റെ അഴുക്ക് നീക്കുവാനല്ല, നല്ല മനസാക്ഷിക്ക് വേണ്ടി ദൈവത്തോടുള്ള അപേക്ഷയായി യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ നിങ്ങളെയും രക്ഷിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ഈ സ്നാനപ്പെടാതെ മാറി നടക്കുന്ന വ്യക്തികൾ അമൂല്യമായത് നഷ്ടപ്പെടുത്തും. ഇന്ന് സ്നാനപ്പെടുന്നില്ല, നാളെ സ്നാനപ്പെടുന്നില്ല, നാളെ കഴിഞ്ഞ് സ്നാനപ്പെടുന്നില്ല, ഇച്ചിരൂടെ കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നവർക്ക് നാളകൾ കിട്ടും എന്ന ഉറപ്പ് ഒരു മനുഷ്യനും ഇല്ലാത്തത് കൊണ്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നീട് തട്ടാമുട്ടി പറഞ്ഞ് സ്നാനം നീട്ടിക്കൊണ്ട് പോകരുത്. പ്രാർത്ഥിക്കാം. എന്നെ ശ്രവിക്കുന്ന ആരെങ്കിലുമൊക്കെ അങ്ങനെ സ്നാനം കാര്യങ്ങൾ ഗ്രഹിച്ച ശേഷം സ്നാനം നീട്ടിക്കൊണ്ട് പോകുന്നെങ്കിൽ അവരും സ്നാനം ഉടനെ എടുക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനായി, വചനത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രവിക്കുന്ന ഓരോരുത്തരും സ്നാനത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് തീരുമാനമെടുത്ത് നടപ്പിൽ വരുത്തുവാൻ ദൈവം അവർക്ക് ധൈര്യവും ബലവും കൃപയാൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവ് അവരെ ബലപ്പെടുത്തണമേ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.